ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്നത് നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. പല കാര്യങ്ങൾ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നമ്മൾ സെർച്ച് ചെയ്യുള്ളൂ. അതല്ല അപ്പോൾ അങ്ങനെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ നമ്മളെ സെർച്ച് ചെയ്ത കാര്യങ്ങൾ ഗൂഗിൾ അറിയുന്നുണ്ട്. ഗൂഗിൾ അങ്ങനെ ഒരു കാര്യം അറിയുമ്പോൾ ഗൂഗിൾ അത് എല്ലാ ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിലെ ആപ്ലിക്കേഷൻ, സൈറ്റുകൾ, മറ്റ് സൈറ്റുകൾ അങ്ങനെ എല്ലാവർക്കും അത് വിതരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അത് ആക്സസ് കിട്ടുന്ന രീതിക്കായിരിക്കും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെ എല്ലാ സൈറ്റുകൾക്കും നമ്മളെ കാര്യങ്ങളെല്ലാം വിതരണം ചെയ്യും. അതായത് നമ്മൾ എന്താണ് സെർച്ച് ചെയ്യുന്നത്, നമ്മൾ പോകുന്ന വെബ്സൈറ്റുകൾ, ഏതൊക്കെ വെബ്സൈറ്റിലൂടെയാണ് നമ്മൾ പോകുന്നത്, എന്തൊക്കെ വീഡിയോകളാണ് നമ്മൾ കാണുന്നത്, എന്തൊക്കെ സോങ്ങുകളാണ് കേൾക്കുന്നത്, അതുപോലെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതെല്ലാം അവിടെ റെക്കോർഡാണ്. അത് നമ്മൾ എന്ത് ചെയ്താലും അത് അവിടെ റെക്കോർഡാണ്. അത് സെർച്ച് ഹിസ്റ്ററിയിൽ ഇല്ലാത്തതാണെങ്കിലും നമ്മൾ അത്രയും സെർച്ച് ചെയ്തു എന്നുള്ള കാര്യങ്ങൾ പല സൈറ്റുകളും അത് എടുക്കുകയും ചെയ്യും. നമുക്കത് പ്രശ്നം ഇല്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പ്രധാനപ്പെട്ട മെയിൻ കാര്യങ്ങൾ വരെ അത് ആ ഒരു സെർച്ച് നമ്മളുടെ ആ ഒരു നമ്മൾ എന്താണ്, നമ്മളുടെ സെർച്ചിങ് എന്താണ്, നമ്മളുടെ വ്യൂ, നമ്മൾ എന്താണ് കാണുന്ന വീഡിയോകൾ, അതെല്ലാം അവിടെ എന്താ പറയുക, റെക്കോർഡായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ കാര്യം അങ്ങനെ നമ്മളെല്ലാ ഹിസ്റ്ററികളും ഗൂഗിളിൽ എടുക്കുന്നതെന്ന് മാത്രമല്ല, അത് അവരോട് ആവശ്യപ്പെട്ട എല്ലാ സൈറ്റുകൾക്കും അത് വിതരണം ചെയ്യുന്നു. നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളായിട്ടുള്ള ഫേസ്ബുക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾ, അങ്ങനെയെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്ന ബാക്കിയുള്ള ആപ്ലിക്കേഷൻ, അങ്ങനെ എല്ലാവർക്കും അത് വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് സെർച്ച് ചെയ്താലും ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്കത് ഭയങ്കര പ്രശ്നം തന്നെ. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാനുള്ള ഒരു ആപ്ലിക്കേഷനാണ് ഞാനിന്ന് പറഞ്ഞുതരാൻ പോകുന്നത്. അതായത് നമ്മൾ സെർച്ച് ചെയ്തത് എന്താണെന്ന് ആർക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. അതായത് ഗൂഗിൾ ഹിസ്റ്ററിയിൽ വരില്ല. ഗൂഗിൾ നമ്മുടെ ഫോണിൽ നിന്നാണോ അത് സെർച്ച് ചെയ്യുന്നത് എന്നില്ല. കാരണം IP വരെ മാറും, നമ്മുടെ രാജ്യം വരെ മാറും. അങ്ങനെ ഒരു VPN ആണത്. അപ്പോൾ VPN എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് VPN കണ്ടിട്ടുണ്ടാവും. അതുപോലെയുള്ള VPN അല്ലേ എന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. അല്ല, ഇതിൽ വേറെ സെറ്റപ്പ് ഉണ്ട്. നമ്മളിപ്പോൾ സാധാരണ വേറെ VPN ആണ് ഉപയോഗിക്കുന്നതെങ്കിലും അതിൽ ഗൂഗിളിലാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നത്. അപ്പോഴും നമുക്കത് പണി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പണി വരാതെ അടിപൊളിയായിട്ട് സെർച്ച് ചെയ്യാൻ പറ്റുന്നൊരു ആപ്ലിക്കേഷനാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ കാണുന്നതോടുകൂടെ ഇൻസ്റ്റാൾ ചെയ്യാൻ നിൽക്കുകയല്ല വേണ്ടത്. ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ആക്കണം എന്നുകൂടി ഞാൻ പറയുന്നുണ്ട്. അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം ഏതാണ് ആപ്ലിക്കേഷൻ, എങ്ങനെയാണ് യൂസ് ആക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ആ ആപ്ലിക്കേഷൻ ഏതാണ് നോക്കുക. നമ്മൾ ജസ്റ്റ് പ്ലേ സ്റ്റോർ എടുക്കുക. പ്ലേ സ്റ്റോർ എടുത്തിട്ട് UPX പ്രൈവറ്റ് പ്രോക്സി ബ്രൗസർ, അത്രയൊന്നും വേണ്ട, UPX പ്രൈവറ്റ് പ്രോക്സി എന്ന് സെർച്ച് ചെയ്താൽ തന്നെ ഈ ഐക്കണിലെല്ലാം ഒരു ആപ്ലിക്കേഷൻ വരും. ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത നമ്മൾ കാണുമ്പോൾ എല്ലാ VPN ആപ്പ് പോലെയല്ല അത്. ഇത് 1 CR ആണ് ഡൗൺലോഡ് വന്നിട്ടുള്ളത്. അതിൽ 1 lakh റിവ്യൂ ഉണ്ട്. 1 lakh റിവ്യൂവിൽ 4.7 റേറ്റിംഗ് ആണുള്ളത്. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം സെറ്റാണെന്ന്. അപ്പോൾ അത്രയും സെറ്റായിട്ടുള്ളൊരു അടിപൊളി ആപ്ലിക്കേഷനാണിത്. എല്ലാ VPN ആപ്പ് പോലെയല്ല. അപ്പോൾ അതെങ്ങനെ യൂസ് ആക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ജസ്റ്റ് ഇത് ഓപ്പൺ ചെയ്യുക. ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ആയിരിക്കും വരിക: പ്രീമിയം മെമ്പർഷിപ്പ്, ഫാസ്റ്റ് കണക്ഷൻ, അൺലിമിറ്റഡ് ബാൻഡഡ് വിത്ത് നോ ആഡ്സ്, ഇങ്ങനെ വരും. അപ്പോൾ ഇത് നമ്മൾ ഇവിടെ ടിക്ക് ചെയ്ത് ഒഴിവാക്കാൻ പറ്റും കേട്ടോ. ടിക്ക് ചെയ്ത് ഒഴിവാക്കി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അപ്പോൾ ഇതിൽ നമ്മൾ കൺട്രി മാറിയിട്ടുണ്ട്, സിംഗപ്പൂരായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ സെർച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ അവിടെ ഗൂഗിളാണ് വരുന്നത്. അപ്പോൾ ഈ ഗൂഗിൾ എന്നുള്ളതിനെ നമ്മൾ ഒഴിവാക്കണം. കാരണം ഗൂഗിൾ ആകുമ്പോൾ അതിൽ ഹിസ്റ്ററി വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഹിസ്റ്ററി വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഗൂഗിളിനെ അവിടെ നിന്ന് ഒഴിവാക്കണം. അപ്പോൾ ഗൂഗിളിനെ ഒഴിവാക്കുമ്പോൾ നമ്മൾ ഈ 3 ഡോട്ട് ഉണ്ടോ അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിങ്സ് എടുക്കുക. സെറ്റിങ്സിലുണ്ടാവും സെർച്ച് എഞ്ചിൻ, ഫസ്റ്റ് കാണുന്നത് സെർച്ച് എഞ്ചിൻ, അതിൽ ക്ലിക്ക് ചെയ്യാം. അതിൽ DuckDuckGo അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അതിൽ യാഹൂ ഉണ്ട്, ബിങ് ഉണ്ട്, info.com ഒക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ DuckDuckGo ആണ് സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്യുക. അത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ സെർച്ചിൽ വരുന്നത് DuckDuckGo ആയിരിക്കും. നമ്മൾ ജസ്റ്റ് നമ്മുടെ ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നോക്കാം. ലൊക്കേഷൻ സെർച്ച് ചെയ്ത് നമ്മൾ താഴെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും നമ്മൾ IP മാറിയിട്ടുണ്ട്. കൺട്രി സിംഗപ്പൂർ ആയിട്ടുണ്ട്, സ്റ്റേറ്റ് സിംഗപ്പൂർ ആയിട്ടുണ്ട്, സിറ്റി സിംഗപ്പൂർ, അങ്ങനെ എല്ലാം മാറിയിട്ടുണ്ട്.
അപ്പോൾ ഇതേപോലെ നമുക്ക് നമ്മുടെ എല്ലാം മാറി വരും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് വേണം സെർച്ച് ചെയ്യാൻ പറ്റും. ഇത് ഹിസ്റ്ററിയിൽ വരില്ല, അങ്ങനെ വേറെ നമ്മുടെ ആപ്പുകൾ അങ്ങനെ ഒന്നും നമ്മൾക്ക് നമ്മുടെ എന്താ പറയുക സെർച്ച് ഹിസ്റ്ററി നമ്മൾ പോകുന്ന സൈറ്റുകളെ ഒന്നും അവർക്ക് എടുക്കാൻ പറ്റില്ല. പിന്നെ ഒരു കാര്യം എന്താ പറയാനുള്ളത് വെച്ചാൽ ഇത് നമ്മൾ ഓണാക്കിയിട്ട് നമ്മുടെ സാധാരണ യൂസ് ചെയ്യുന്ന അതേപോലെ അതായത് നമ്മൾ ഈ ഒരു സൈറ്റ് ഇത് ഓണാക്കിയിട്ട് നമ്മൾ കയറുന്ന സൈറ്റുകളിൽ നമ്മുടെ ജിമെയിൽ പോലുള്ള സംഭവങ്ങളൊന്നും നമ്മൾ ലോഗിൻ ചെയ്യരുത്. അങ്ങനെ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതുകൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. കാരണം ആ ലോഗിൻ ചെയ്താൽ നമ്മുടെ ഹിസ്റ്ററി എല്ലാം അവർക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലെ അടിപൊളി വീഡിയോ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.